കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഞാൻ പാറിറ എന്ന് പറഞ്ഞ ഗെയിം കണ്ടുപിടിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു നോർമൽ സ്ട്രാറ്റജി ഗെയിം ആയിരിക്കുന്നതാണ്. പക്ഷേ കുറച്ച് കളിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു നോർമൽ സ്ട്രാറ്റജി ഗെയിമേക്കാൾ കൂടുതൽ നമ്മളൊരു വെർച്വൽ സൊസൈറ്റിയുടെ ഭാഗമാവുകയാണ്. സോ എന്താണ് പാറിറ? പാറിറ എന്ന് പറയുന്ന ഗെയിമിൽ നിങ്ങൾക്ക് എന്ത് വേണോ ആകാം. നമുക്ക് ഈ ഗെയിമിൽ കുറച്ച് സ്പെസിഫിക് റോൾസ് ആയിട്ട് മാറാൻ പറ്റും. അതായത് ഒരു സോൾജിയറിന്റെ ഒരു പാത്ത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, അങ്ങനെ എന്തൊരു രീതിയിലുള്ള റോളും നമുക്ക് ഈ ഒരു ഗെയിമിൽ ക്രിയേറ്റ് ആയി മാറാം. അതായത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഗെയിമാണ്. നമ്മളിപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഒരു ഇന്റർഫേസ് ആണ് ഈ കാണുന്നത്. ഈ സൈഡിൽ മിഷൻസ് കാണാം. മിഷൻസിനകത്ത് ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റാർട്ടിംഗ് മിഷൻസും കാര്യങ്ങളാണ്. നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് മിഷൻസ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബേസിക് UI ഇന്റർഫേസ് നമുക്ക് ക്ലിയർ ആയി മനസ്സിലാക്കാൻ പറ്റും. ഇനീഷ്യലി നമ്മളോട് പറയുന്ന ഒരു ന്യൂ കമ്പനി, അപ്ഗ്രേഡ് കമ്പനി, ഓപ്പൺ ചാറ്റ്, മിലിറ്ററി യൂണിറ്റ്, സെൻഡ് മെസ്സേജ്, ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ പറയും. ആൻഡ് നമ്മുടെ ഒരു ലെവൽ പ്രോഗ്രഷൻ വരുന്നതും സ്കിൽ അപ്ഗ്രേഡേഷൻ ഒക്കെ വരുന്നത് ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്തിട്ടാണ്. ഇതൊരു ബ്രൗസർ ബേസ്ഡ് ഗെയിം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് മൊബൈലിലും ഇത് സെയിം UI ഗെയിം ആക്സസിബിൾ ആണ്. ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മിഷൻസ് ടാബ്, ഡെയിലി മിഷൻസ് തീർക്കുന്നതിന്റെ ബേസിലാണ് നമ്മുടെ ലെവൽ പ്രോഗ്രസ് ആവുന്നത്. ലെവൽ പ്രോഗ്രസ് ആവുന്നതിന്റെ ബേസിൽ നമുക്ക് നമ്മുടെ സ്കിൽ പോയിന്റ്സ് കിട്ടും. ഈ സ്കിൽ പോയിന്റ്സ് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിൽ കൊടുക്കാൻ പറ്റും. സോ ഇവിടെയാണ് ഞാൻ പറയുന്നത് സോൾജർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാന്റെ ഈ ഒരു സെറ്റ് ഓഫ് സ്കിൽസ് കൊടുത്തിട്ടാണ് ഇവിടെ ഫൈറ്റിംഗ് സ്കിൽസ് കാണാൻ പറ്റും, എക്കണോമിക് സ്കിൽസ് കാണാൻ പറ്റും. ഈ എക്കണോമിക് സ്കിൽസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലും വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ മുകളിൽ കാണാൻ പറ്റും ഹെൽത്ത്, ഹങ്കർ, എനർജി ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. ഈ സ്കിൽസ് ആണ് കറന്റ്ലി നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വെർഷനിലുള്ളത്. ഇത് യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കമ്പനി സ്റ്റാബിനകത്ത്. എനർജി യൂസ് ചെയ്യുന്നത് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനാണ്. ഓണ്ടർപ്രണർഷിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിനായിട്ടാണ്. സ്വന്തം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ബേസിലാണ് നമുക്ക് റിസോഴ്സസ് കിട്ടുന്നത്. ഈ റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അത് പോകെ പോകെ പഠിച്ചാൽ മതി. ഇനീഷ്യലി നമുക്ക് ആവശ്യമുള്ള രണ്ട് റിസോഴ്സസ് ആണ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. കോൺക്രീറ്റ് ഫോർ ക്രിയേറ്റിംഗ് കമ്പനീസ് ആൻഡ് കാര്യങ്ങൾ, സ്റ്റീൽ ഫോർ അപ്ഗ്രേഡിംഗ് ദാറ്റ്. പിന്നെ നമ്മൾ എന്ത് ഫോക്കസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്യുന്നത് അതിന്റെ ബേസിലാണ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സസും വരുന്നത്. സോ ഇനീഷ്യലി ഒരു 20 ലെവൽസ് ഞാനൊരു എക്കണോമിക്കൽ ബിൽഡാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഒരു വാർ ബിൽഡൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ സൈഡിൽ തന്നെ നമുക്ക് ടാബുകൾ കാണാൻ പറ്റും. മാർക്കറ്റ്, ഈ മാർക്കറ്റിനകത്ത് നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള റിസോഴ്സസ് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ വാറിന് പോകാനായിട്ട് നമുക്ക് എക്യുപ്മെന്റ്സ് ഇതിനകത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ബാറ്റിൽ ടാബ്. ഈ ബാറ്റിൽ ടാബിനകത്ത് നമുക്ക് ഓൾ ബാറ്റിൽസ് കാണാൻ പറ്റും. നമ്മൾ ഏത് കൺട്രിയാണോ ചൂസ് ചെയ്തിട്ടുള്ള കൺട്രി പോയേക്കുന്ന വാർസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബൗണ്ടി, അലൈസ്, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വാർസ് നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സെയിം കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ ഈ താഴത്തെ ഈ ഒരു ടാബിലും കാണാൻ പറ്റും കേട്ടോ. സോ ഈ ഒരു ടാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി യൂണിറ്റ് ആണ്. ഇവിടെ നമുക്ക് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് കുറച്ച് കൂട്ടാൻ പറ്റും ബാറ്റിൽ അറ്റാക്ക് ചെയ്യാനായിട്ട്. പിന്നെ കാണുന്നതാണ് ഇൻവെന്ററി ടാബ്. ഇൻവെന്ററി ടാബിനകത്ത് നമുക്ക് നമ്മുടെ എക്യുപ്മെന്റ്, വെപ്പൺ, റിസോഴ്സസ് സെഗ്മെന്റ് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ എക്യുപ്മെന്റ്സ് സെറ്റപ്പ് ചെയ്യാം. പിന്നെ സൈഡ് ബാറിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, മിഷൻസിനകത്ത് തന്നെ 3 തരം മിഷൻസ് ഉണ്ട്. ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് മിഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ വീക്ക്ലി മിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി മിഷൻസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ബേസിലാണ് നമ്മുടെ ലെവൽ പ്രോഗ്രസ് ആവും. പിന്നെ നമുക്ക് നമ്മുടെ കൺട്രിയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏത് പാർട്ടിയാണോ ചൂസ് ചെയ്യുന്നത് ആ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. പിന്നെ റാങ്ക്, ഡിഫറെന്റ് സിറ്റിസൺസ്, കൺട്രീസ്, മിലിറ്ററി യൂണിറ്റിന്റെ ഒക്കെ ഡിഫറെന്റ് റാങ്കിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഡിഫറെന്റ് ഇവന്റ്സ് കാണാൻ പറ്റും. ഈ സൈഡിൽ ഒരു ചാറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ചാറ്റ് ഫീച്ചേഴ്സിനകത്ത് നമുക്ക് ഡിഫറെന്റ് ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്യാം. ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഗെയിം ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഇസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് ദ ഗെയിം. സോ ഈ ഗെയിം ഒരു ഏർലി ബീറ്റ ഫേസിലാണ് സ്റ്റിൽ ഇരിക്കുന്നത്. കറന്റ്ലി ഗെയിം ഇരിക്കുന്നത് 0.251 ബീറ്റ ആണ്. ഇപ്പോൾ iOS ഡിവൈസസിൽ ഒരു ആൽഫ സ്റ്റേജിലാണ് ഈ ഗെയിം ഇരിക്കുന്നത്. സോ ഈ ഗെയിമിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ന്യൂ ആയതുകൊണ്ട് തന്നെ ഗൈഡ്സും കാര്യങ്ങളൊക്കെ ആൾക്കാരാണ് ക്രിയേറ്റ് ചെയ്തിടുന്നത്. സോ കംപ്ലീറ്റ്ലി AI ജനറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ നോക്കിയാലും നമുക്ക് കിട്ടുക. സോ നമ്മൾ തന്നെ ഫ്രം സ്ക്രാച്ച് പഠിച്ച് കളിക്കുകയാണ് ഈ ഗെയിം. പിന്നെ റിയൽ പ്ലേയേഴ്സ് ആണ് ഇതെല്ലാം കളിക്കുന്നത്. സോ ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഫീൽ ചെയ്യും ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ. ആസ് എ ന്യൂ പ്ലെയർ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മെക്കാനിക്സ് കറന്റ്ലി ഗെയിമിലുള്ളൂ. ആൻഡ് പെട്ടെന്ന് തന്നെ ഒരു പോറടിക്കാനും സാധ്യതയുണ്ട്. കാരണം സ്ട്രാറ്റജിക് ഗെയിംസ് മോസ്റ്റ്ലി അങ്ങനത്തെ ഒരു ഫ്ലോ ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഗെയിം ബേസിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആണ് കൂടുതൽ വരുന്നത് ഈ ഒരു ഗെയിമിൽ. അതായത് ഡിസ്കോഡ് ഡിസ്കഷൻ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഡിസ്കഷൻ, പാർട്ടി ഡിസ്കഷൻ, അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററി യൂണിറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വേയിലാണ് ഈ ഗെയിം പോകുന്നത്. അതായത് നമുക്ക് ആസ് എ കൺട്രി എങ്ങനെ വളരാം, അല്ലെങ്കിൽ ആസ് എ മിലിറ്ററി യൂണിറ്റ് എങ്ങനെ വളരാം, ആസ് എ പാർട്ടി എങ്ങനെ വളരാം, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഗെയിം വളരുന്നത്. അതായത് ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് അല്ലാതെ ഈ ഗെയിം മുന്നോട്ട് പോകില്ല. സോ ഞാൻ ഈ ഗെയിം സ്റ്റാർട്ട് ഔട്ട് ചെയ്തിട്ട് വെറും 29 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ, ക്ലോസ് ടു 1 മന്ത് ആവുന്നേ ഉള്ളൂ. ആൻഡ് സ്റ്റിൽ വലിയ ഐഡിയ ഒന്നും ഇല്ല ഈ ഗെയിമിന് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത്. എനിക്ക് സ്ട്രാറ്റജിക് ഗെയിംസ് മോസ്റ്റ്ലി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗെയിം കുറച്ച് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. സോ സ്റ്റിൽ ഇൻ ഏർലി ഫേസ് ആണ്. എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ട്രൈ ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഗെയിമിനെ പറ്റി ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറഞ്ഞാൽ മതി. സോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ബിൽഡ് ചെയ്യാം. കാരണം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വളരെ കുറച്ച് ആൾക്കാർ ഈ ഗെയിം കളിക്കുന്ന പോലുള്ള ആക്റ്റീവ് പോപ്പുലേഷൻ നോക്കി കഴിഞ്ഞാൽ വെറും 192 ആൾക്കാർ ഇത് കളിക്കുന്നുള്ളൂ. റിലേറ്റീവ്ലി ന്യൂ ഗെയിമാണിത്. സോ ദാറ്റ്സ് ഇറ്റ്.